ഉത്തർപ്രദേശിലെ മറ്റൊരു മുസ്ലിം ആരാധനാലയം കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾ അവകാശവാദം ഉന്നയിച്ച് പിടിച്ചെടുക്കാൻ നടത്തുന്ന നീക്കം 5 പേരുടെ ജീവഹാനിക്കിടയാക്കിയ സംഘർഷമായി പരിണമിച്ചിരിക്കുന്നു. ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് UP. 7.5 വർഷത്തിലധികമായി ഇവിടെ BJP ആണ് ഭരണം നടത്തുന്നത്. എങ്കിലും വികസനമല്ല, വിദ്വേഷം മാത്രമാണ് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നത്. ജീവിത സൂചികയുടെ എല്ലാ തലങ്ങളിലും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് അതല്ലാതെ മാർഗമില്ല. അതുകൊണ്ട് ഒന്നിനു പിറകെ മറ്റൊന്നായി മസ്ജിദുകളുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയും അടിത്തറ തോണ്ടി പരിശോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയുമാണ് BJP. അതിൽ ഒടുവിലത്തേതാണ് സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പേരിൽ കുത്തിപ്പൊക്കിയിരിക്കുന്ന തർക്കം. 10ഉം 15ഉം നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം പരിശോധിച്ച് തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് നിയമജ്ഞരുടെ വലിയ സംഘത്തെ തന്നെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ പോറ്റി വളർത്തുന്നുണ്ട്. അതിനനുസൃതമായി ലക്നൌവിലെ ആദിത്യനാഥിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്ന തിട്ടൂരമനുസരിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാൻ സന്നദ്ധരായ ന്യായാധിപരും അവിടെയുണ്ട്. സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദിന് മേലുള്ള അവകാശവാദവും നിയമ നടപടികളും പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും. ബാബറി മസ്ജിദ് കേസ് ഉൾപ്പെടെ 100-ലധികം വ്യവഹാരങ്ങൾ നടത്തുന്ന വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനും സംഭാൽ ജില്ലാ സിവിൽ കോടതിയിൽ നവംബർ 19 ഹർജി നൽകിയതിന് പിന്നാലെ സർവേ നടത്താൻ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുന്നതിന് ഉത്തരവുണ്ടാകുന്നു. പുരാതന ഹിന്ദു ക്ഷേത്രമായ ഹരിഹർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് മുഗൾ ഭരണകാലത്ത് മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് വേണ്ടി സമർപ്പിച്ച ഹർജിയിലെ വാദം. രേഖാമൂലം ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ ഉദ്യോഗസ്ഥർ സർവേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. സന്ധ്യയോടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ JCB ഉൾപ്പെടെ സന്നാഹങ്ങളോടെ എത്തി സർവേ നടത്തുകയും ചെയ്യുന്നു. വിവരമറിഞ്ഞെത്തിയ മുസ്ലിം വിശ്വാസികൾ സ്ഥലത്ത് തടിച്ചുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും സർവേ പൂർത്തിയായെന്നും റിപ്പോർട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയിൽ സമർപ്പിക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. JCB ഉൾപ്പെടെ സന്നാഹങ്ങളുമായി എത്തിയെങ്കിലും ജനങ്ങൾ തടിച്ചുകൂടിയതിനാൽ അന്ന് മസ്ജിദ് പൊളിക്കുകയെന്ന നീക്കം നടന്നില്ല. അതുകൊണ്ട് കൂടുതൽ സന്നാഹങ്ങളോടെ ഞായറാഴ്ച വീണ്ടും എത്തുകയായിരുന്നു. സർവേ മാത്രമാണ് കോടതി നിർദ്ദേശിച്ചതെങ്കിലും പൊളിക്കലെന്ന ഗൂഢലക്ഷ്യത്തോടെ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. നവംബർ 19 സർവേ പൂർത്തിയാക്കിയെന്ന് അറിയിച്ചിട്ടും വീണ്ടും സർവേ എന്ന പേരിലെത്തിയത് എന്തിനായിരുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ബാബറി മസ്ജിദിന് പിറകെ നിരവധി മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ച് ഇതുപോലെ നടപടികളും കലാപങ്ങളും സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നുണ്ട്. ഗ്യാൻവാപി, ആഗ്രയിലെ താജ്മഹൽ, കൃഷ്ണ ജന്മഭൂമി എന്നിങ്ങനെ നിരവധി കേസുകൾ UPയിലെ കോടതികളിലുണ്ട്. ചിലതെല്ലാം സുപ്രീം കോടതിയിലും എത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷത്തിലും ഹർജിക്കാരായി എത്തിയിരിക്കുന്നത് വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനുമാണ്. ഹർജികളിൽ പല കോടതികളും അനുകൂല നിലപാടെടുക്കുന്നതും ശ്രദ്ധേയമാണ്. സംഭാൽ മസ്ജിദ് ഹർജിയിൽ എതിർ കക്ഷികളുടെ വാദം പോലും കേൾക്കാതെയാണ് ജില്ലാ സിവിൽ കോടതി സർവേക്ക് ഉത്തരവ് നൽകുന്നത്. മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച് 1947 മുമ്പുള്ള തൽസ്ഥിതി തുടരണമെന്ന നിയമവും സുപ്രീം കോടതി നിർദ്ദേശവുമെല്ലാം നിലനിൽക്കെയാണ് ഈ വിധി ഉണ്ടായതെന്നത് കോടതികളും പക്ഷപാതപരമായാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ആദിത്യനാഥ് സർക്കാരിന്റെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങളുടെയും സ്വാധീന വലയത്തിൽ UPയിലെ പല കോടതികളിലെയും ന്യായാധിപരും വീണുപോയതിന്റെ പ്രത്യാഘാതമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നേരിടേണ്ടി വരുന്നത്. നവംബർ 23 വോട്ടെണ്ണൽ നടന്ന 9-ൽ 6 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP ആണ് ജയിച്ചത്. വോട്ടെടുപ്പ് ദിവസം പോലീസും ഗുണ്ടകളും മുസ്ലിം വോട്ടർമാരെ അടിച്ചോടിച്ചും വോട്ടെണ്ണൽ പ്രക്രിയയിൽ ക്രമക്കേട് നടത്തിയുമാണ് ഈ വിജയമെന്ന ആരോപണം ഉയർന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സംഘർഷമുണ്ടാകുന്നതിന് ശ്രമിച്ചുവെന്നതും സംശയാസ്പദമാണ്. UPയിലെ ആദിത്യനാഥ് സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള എളുപ്പവഴിയായി വർഗീയ കലാപങ്ങളെ മാറ്റുന്നതിന്റെ ദുരന്തങ്ങളാണ് UPയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യശരീരത്തിന് ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതാണെന്നതിൽ സംശയമില്ല.